സങ്കീർത്തനം 22:14 ഒന്ന് വായിച്ചാട്ടെ. വെള്ളം പോലെ തൂകിപ്പോകും. അയ്യോ, എന്റെ നാവ് വെള്ളം പോലെ തൂകിപ്പോകുന്ന ആ കാൽവറിയിലേക്കൊന്ന് മടങ്ങി വാ. ആ കാൽവറിയിലേക്കൊന്ന് മടങ്ങി വാ. എന്റെ നാവ് വെള്ളം പോലെ തൂങ്ങിപ്പോകുന്നു. 22:14 അടുത്ത വാക്യം കൂടെ വായി. അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. കണ്ടോ, ഹൃദയം മെഴുകുപോലെ ആയി. എന്റെ ഹൃദയം മെഴുകുപോലെയായി. ഗതസമനയിൽ ചുംബന്, ഗബദായിൽ അവൻ തകർക്കപ്പെടുന്നു. ഗോൽഗോത്തായുടെ വെരിമാറിൽ എല്ലാ ക്രൂശീകരണത്തിന് റോമിന്റെ വിചാരണയാ പെരിട്ടോണിയസ് എന്ന ചാട്ടവാറിനെ കൊണ്ടുവരുവാൻ. ആ പെരിട്ടോണിയസ് എന്ന ചാട്ടവാറ് കൊണ്ട് അവിടത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സംഭവിക്കുന്ന നിർണായകമായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? എത്ര ക്ലിയറായി. ആ ചാട്ടവാറിനകത്ത് രണ്ടുണ്ടകളുണ്ട്, രണ്ട് കൊളുത്തുകളുണ്ട്. ഒന്ന് വാളച്ചൂണ്ടപ്പോൾ ഒരു കൊളുത്ത്, ഒന്ന് ഈയക്കട്ട് ശരീരത്തിനകത്തേക്ക് പതിക്കുമ്പോൾ എന്റെ യേശുവിന്റെ ശരീരം ഉഴവു ചാല് പോലെ കീറി. അതാ പറഞ്ഞ, അയ്യോ എന്റെ അസ്ഥികളുടെ ബന്ധങ്ങളെല്ലാം വിട്ടുപോയി, എന്റെ ഹൃദയം മെഴുകുപോലെയായി തീർന്നു. അവർ കുടിപ്പാൻ ചോദിച്ചപ്പോൾ കയ്പ് കാടി കൊടുത്തെങ്കിൽ ഈ പ്രവചനങ്ങളല്ല പുതിയ നിയമത്തിലല്ല. യേശു ജനിക്കുന്നതിന് 1000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ ആട്ടിടയക്കുടലിൽ ഇശ്യായുടെ കുറ്റിയിൽ നിന്ന് ദാവീദ് മശിഹായുടെ സങ്കീർത്തനം എഴുതിയത് മുഴുവൻ കാൽവറിക്കകത്ത് നിവർത്തിയായെങ്കിൽ ഇന്ന് പകൽ പ്രസംഗം കേൾക്കുന്ന ദൈവമക്കളെ, പ്രവചനങ്ങൾ നിവർത്തിയാകും. ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന പ്രവചനമാ. ദൈവത്തിന്റെ ആത്മാവ് അവരെ കൂട്ടിച്ചേർത്തത്. 1600 കൊല്ലം 400 എഴുത്തുകാർ യുദ്ധത്തിലും സമാധാനത്തിലും വേളകളിൽ 17 പഴയ നിയമ പ്രവചനങ്ങൾ വെളിപ്പാടുന്ന പുതിയ നിയമ പ്രവചനവും രേഖപ്പെടുത്തിയെങ്കിൽ മശിഹൈക സങ്കീർത്തനത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ സുവിശേഷത്തിൽ കണ്ടെങ്കിൽ താമസം വിന എന്റെ നാഥന്റെ കാലുകൾ കുത്തിയവന്റെ നിലവിളിക്ക് മുമ്പിൽ ഒലിവുമലയിൽ പകട്ടാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കണ്ടോ, തീർന്നില്ല. ദാനിയേൽ 9 അതിന്റെ 26 വാക്യം കണ്ടോ. ദാനിയേൽ 9 അതിന്റെ 26 വാക്യം ഒന്ന് വായിച്ചാട്ട് മക്കളെ. ദാനിയേൽ പ്രവചനം, അടുത്ത പ്രവചനം എത്ര കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരുമില്ലെന്ന് വരും. അവനാരുമില്ലെന്ന് പറയും. അവൻ ആരുമില്ല. കാൽവറിയുടെ കൊലക്കളത്തിൽ 7 മൊഴികൾ കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ദാനിയേലിന് എന്റെ യേശുവിനെ അറിയാമോ? അറിയത്തില്ല. പക്ഷേ ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിനകത്ത് ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ മുട്ടുമടക്കി കാലത്തിന്റെ അന്ത്യത്തിലേക്ക് യെരൂശലേമിന്റെ തിരിച്ചുവരവിന് വേണ്ടി മുട്ടുമടക്കി ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ, പ്രിയ പുരുഷനായ ദാനിയേൽ മുട്ടുമടക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാ. അതിന് മറുപടിയായി യെരൂശലേം മടങ്ങി വരുമ്പോൾ 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരുമില്ല. ഏലി ഏലി ലമ്മ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഭൂമിക്കും ആകാശത്തിന് നടുവിൽ ലോകത്തിന്റെ മധ്യപകുതിയിൽ കാൽവറി കുന്നിനകത്ത് 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി തീരും. ക്രൂശീകരണത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അതാണ് എന്റെ സ്പെസിഫിക്. ഒരു മശിഹയല്ല, അവൻ രാജത്വം പ്രാപിച്ചു വരുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തു ധന്യനും ന്യായാധിപതിയുമായി മടങ്ങി വരുന്നത് ക്ലിയർ ആയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽ പ്രസംഗം കേൾക്കുന്ന ദൈവമക്കളെ ഒന്ന് വായിക്കാം. കാൽവറിയിൽ നടന്നതെന്ത്? ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39, 40, 41, 42, 43 വാക്യങ്ങൾ വളരെ ഗഹനത്തോടെ 23-ാം അധ്യായം 39, 40, 41, 42, 43 വാക്യങ്ങൾ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ പരമയാഗമാക്കി. അതിന് ഈ സമുദായ സഭകളെല്ലാം ഞായറാഴ്ച പറയുന്നയാ, വലത്തുഭാഗത്തെ കള്ളൻ. നമുക്ക് വലത്തുഭാഗത്തിനോട് വലിയ താല്പര്യ. അതിന് എപ്പോഴും ഈ സമുദായ സഭകൾ ബാക്കിയുള്ള പല ഉപദേശിമാരും പറയാറുണ്ട്, വലത്തെ ഭാഗത്തെ കള്ള യേശുവിനെ നോക്കിയെന്ന്. ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് വലത്തും ഇടത്തും ഒന്നുമില്ല. 2 കള്ളന്മാരുടെ നടുവിൽ യെരൂശലേം മുഴുവൻ കുത്തി തുറന്ന്
ആൾക്കാരെ മോട്ടിച്ച് പണം അടിച്ച രണ്ട് കള്ളന്മാരുടെ നടുവിൽ. വായിച്ചാട്ട് കുഞ്ഞെ. നീ ക്രിസ്തു അല്ലയോ? നീ കർത്താവല്ലേ? ഒരു കള്ളൻ ചോദിക്കുക. അടുത്തത്, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ക്രൂശിലും അവന് ദുഷീകരണ കിട്ടിയത്. ആദ്യം നീ ക്രൂശിൽ നിന്ന് താഴെ ഇറങ്ങ്. നീ എല്ലാവർക്കും അത്ഭുത രോഗശാന്തി കൊടുത്തതല്ലേ? കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതല്ലേ? ശതാധിപന്റെ വീട്ടിനകത്ത് ബാലകനെ വിടുവിച്ചതല്ലേ? നയിന്റെ പട്ടണത്തിനകത്ത് വിധവയുടെ കണ്ണുനീർ, ഇതെല്ലാം ടെലിവിഷനിൽ കൂടെ കണ്ടതാ. ബെഥസ്ദ കുളക്കടവിൽ കടന്നവനെ നീ എഴുന്നേപ്പിച്ച് നടത്തിയതല്ലേ? പത്രോസിന്റെ വല നിറച്ചവനല്ലേ? നീ സാക്ഷാൽ മശിഹായല്ലേ? അതുകൊണ്ട് നീ ആദ്യം താഴെ ഇറങ്ങും. പരിഹാസം, കഷ്ടത നിന്ന പരിഹാസം ദൂഷികളല്ല, കാൽവറിയിൽ എന്റെ നാഥൻ ഏറ്റുവാങ്ങി. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഇതിനകത്തെ ഒരു പൊരുൾ ധരിക്കാൻ വേണ്ടിയാ. വായിച്ചാട്ടെ. മറ്റവനോ അവനെ ശാസിച്ചു. രണ്ട് കള്ളന്മാര് ഒരുത്തൻ യേശുവിന്റെ മുഖത്തേക്ക് ഒപ്പിക്കുമ്പോ അവന് നമ്പർ 1 സ്തോത്രം. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയ കുഞ്ഞിന് മാനസാന്തരം ലഭിച്ചു. അപ്പൊ യവന്മാര് ജോയിന്റ് പാർട്ട്നേഴ്സ് ആയിരുന്നു. എന്റെ ഇംഗ്ലീഷിൽ എന്താ വെച്ചാൽ യവന്മാർ രണ്ടുപേരും ആയിരുന്നു ഈ ബാങ്ക് മോഷണം, ATM മോഷണം, അത് കഴിഞ്ഞിട്ട് നാട്ടുകാര് കൃഷി, വാഴക്കൊല, ഇതെല്ലാം മോട്ടിക്കുന്നത്. അതുകൊണ്ട് മറ്റവനെ ശാസിച്ചിട്ട് പറഞ്ഞടാ അടുത്ത കാര്യം കേൾക്കണം. അടുത്തത് സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നീ നമ്മളെ എല്ലാം തൂക്കാൻ വിധിച്ചിരിക്കുക. അവസാന നിമിഷമെങ്കിലും നീ ദൈവത്തെ ഒന്ന് ഭയപ്പെട്. അടുത്തത്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നമ്പർ 1 ലവാർമിയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കണം. ഒരു കള്ളൻ എങ്ങനെ സ്വർഗത്തിൽ പോകണം? 1, അവൻ തെറ്റിനെ ഏറ്റു പറയണം. ഇതാ പർദീസ കയറാൻ പറ്റിയ അവസരം. ആര് പർദീസയിൽ എടുക്കപ്പെടും? സഭയാ മണവാട്ടി, യേശുക്രിസ്തുവും തിരുസഭയും. യേശുക്രിസ്തുവിന്റെ പ്രവചനം 54, തിരുസഭയ്ക്കുള്ള ദൂത. ഇന്ന് ഞാൻ വെളിപ്പാടി കൂടെ തൊട്ടുവെച്ച് തുടങ്ങിയിരിക്കുന്നത്. ബാക്കി അടുത്ത ഭാഗം അടുത്ത ദിവസത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ 1, അവൻ തെറ്റേറ്റു പറഞ്ഞു, അഥവാ ന്യായമായും. അടുത്ത വാക്യം വായിച്ചാട്ട് ജോസഫ് ബ്രദറെ. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. നമുക്ക് ഇതിലും കൂടേണ്ടത് കിട്ടതാ. പക്ഷെ പീലാത്തോസ് കൈസർ എന്താ ചെയ്തെന്നറിയാൻ നമുക്ക് ഇച്ചിരി കുറച്ച് ഇളച്ചാ തന്നേക്കുന്നത്. നമ്മുടെ പ്രവർത്തിക്കനുസരിച്ചുള്ള ശിക്ഷയ്ക്ക് യോഗ്യൻ. ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെങ്കിൽ 1, അവൻ ചെയ്ത തെറ്റേറ്റു പറയണം. ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യൻ. അടുത്ത വാക്ക്, ഇതിന്റെ പേര്. അടുത്തത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഈ പാവപ്പെട്ട യേശുവോ ഒന്നും ചെയ്തിട്ടില്ല. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിന്റെ കോടതി നിൽക്കുമ്പോ പീലാത്തോസിന്റെ ഭാര്യ ഒരു കത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് കൊടുത്തുവിട്ടു. അയ്യോ അച്ചായ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ യാതൊന്നും ചെയ്തിട്ടില്ല, യവനെതിരെ എന്തെങ്കിലും വിധി പുറപ്പെടുവിച്ചാൽ നമ്മുടെ തലമുറയ്ക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. സ്വോത്രം. അതുകൊണ്ടാ പീലാത്തോസ് പറഞ്ഞു, അയ്യോ ബറബാസിനെ വിട്ടുതരാം, യേശുവിനെ ക്രൂശിക്കാൻ. യഹൂദജനം പറഞ്ഞപ്പോ പറയാ, ഇപ്പൊ ഈ കോവിഡ് കാലത്ത് പെറ്റി കേസ് അടിക്കുന്നില്ല, യേശുവിന് വല്ലതും കൊടുത്തിട്ട് വിടാതെ. പക്ഷെ അവരെന്താ പറഞ്ഞ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. യഹൂദൻ നിലവിളിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് 2 കൂടുകൾ നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. 1, യെരുശലേമിനെ മുഴുവൻ കുത്തി തുറന്ന ഒരുവനുണ്ട്. യേശുവിന്റെ കൂടെ കോടതിയിൽ നിന്ന് ബറബാസ്, ആന്റി ക്രൈസ്റ്റിന്റെ നിഴൽ. മറ്റൊന്നത് സാക്ഷാൽ പെസഹ കുഞ്ഞാട്. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഒന്നും നിന്നിട്ടില്ല. പച്ച പൈൻമരത്തിന്റെ കുരിശ് ഹല്ലേലൂയ ഗോൽഗോത്തായിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗദസമനയിൽ പിടിക്കപ്പെട്ട് ഗബതയിൽ തകർക്കപ്പെട്ട് വേച്ച് നടന്നു പോകുന്ന യാത്രയ്ക്കകത്ത് കുറേനക്കാരനായ ശീമോനെ വിളിച്ചു കൊണ്ടുവന്ന് അവന്റെ തോള് ചുമന്നുണ്ട്. എന്റെ നാഥന്റെ തോളിനകത്തെ കുരിശ് കൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ കൊണ്ടുവരുമ്പോൾ 2 ദുഷ്ടന്മാരുടെ നടുവിൽ എന്റെ നാഥൻ പരമയാഗമാകുമ്പോൾ സമശിക്ഷാവിധി ഏറ്റെടുക്കുന്ന 2 കള്ളന്മാർ അവിടെ കിടപ്പുണ്ട്. അതിലൊരുത്തൻ യേശുവിനെ ദുഷ്ടലാക്കോട് പറഞ്ഞു, നീ ക്രിസ്തുവെങ്കിൽ ആദ്യം ക്രൂശിൽ നിന്നിറങ്ങ്. ഓ തീർന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെയും കൂടെ ഇറക്കി തരാൻ പറഞ്ഞു. അപ്പോൾ മറ്റൊരുവൻ സ്വർഗത്തിലെത്തണമെങ്കിൽ, നിത്യതയുടെ അനന്ത നിത്യതയുടെ കവാടങ്ങളിലേക്ക് നീ കടക്കണമെങ്കിൽ, 1 നീ ന്യായമായി അപ്പച്ചന്റെ മുമ്പിൽ തെറ്റിനെ ഏറ്റുപറയണം. 2 നിന്റെ ശിക്ഷാവിധി യോഗ്യമെന്നറിഞ്ഞുകൊണ്ട് കർത്താവേ നീ തന്ന ശിക്ഷ ഞാൻ വിധിക്കാനും വാങ്ങിക്കാനും യോഗ്യനെന്ന് പറയണം. 3-മത്തതാ നിന്റെ നിത്യതയുടെ പർദീസ അടുപ്പിക്കുന്നത്. വായിക്കാൻ മക്കളെ. അടുത്ത കള്ളൻ എന്താ പറഞ്ഞെന്നറിയാമോ? വായിച്ചാട്ടെ. പിന്നെ അവൻ, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. യേശു രക്ഷകൻ മാത്രമല്ല, 1-ാം വരവിൽ അവൻ രക്ഷകനെങ്കിൽ 2-മത് വീണു പോയ ദാവീദിന്റെ കൂടാരത്തെ ഉയർത്തുവാൻ അവൻ രാജാവായിട്ട് വരും. അവൻ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. അടുത്തത് പറഞ്ഞോ, വീണ്ടും ഏറ്റു പറയാം, പാപിയായ. വായിച്ചാട്ടെ ജോസഫ് ബ്രദറെ. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. പാപിയായ. വായിച്ചാട്ടെ.
എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ഒറ്റ പ്രാർത്ഥനയെ പറഞ്ഞോളൂ. ഇന്നത്തെ പെന്തിക്കോസുകാരനും CSI-കാരനും മർത്തോമാക്കാരനും യേശുവിനോട് പറയുന്നതോള്, എനിക്ക് വീട് കിട്ടണം, മക്കളെ കാനഡയിൽ വിടണം, എന്റെ കടഭാരം മാറ്റി തരണം, എന്റെ വില്ലേജിനകത്ത് കോവിഡ് വരരുത്, എനിക്ക് ഇന്നോവ കാറ് കിട്ടണമെന്നല്ല കള്ളൻ പറഞ്ഞത്. കാൽവറിയിലേക്ക് നോക്കി അനുതാപം പ്രാപിച്ച കള്ളന്റെ അകക്കണ്ണ് സ്വർഗത്തിലെ ദൈവം തുറന്നു. പറഞ്ഞതെന്താ? കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയായ എന്നെയും ഓർക്കണമേ. ഇന്ന് കണ്ടോ, ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് വലത്ത് ഭാഗത്തെ കള്ളൻ. ഈ ബൈബിളിനകത്ത് വലത്തോ ഇടത്തോ എന്നല്ല, കള്ളന്മാരിൽ ഒരുവൻ. അതാ തിരുവചനത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്ത. കാൽവറിയുടെ കൊലക്കളത്തിനകത്ത് കാരിനും ബാണികൾ കൊണ്ട് പെരിട്ടോണിയസിന്റെ ചാട്ടവാറാൽ അടിച്ച് മുതുക് കീറിയ ഉടവ് ചാലുകൾ പോലെ വിണ്ട് എന്റെ അസ്ഥികൾ മുഴുവൻ തൂകുന്നു, ഹൃദയം വെന്തുരുകുന്നു, തീർന്നില്ല കുടിക്കുവാൻ കയ്പ് കാടി തന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ അകത്ത് വചനത്തിന്റെ പ്രകാശം ഇറങ്ങി വന്നു. ആ കാൽവറിയിലെ കള്ളം പറഞ്ഞത്, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ ഈ കാൽവറിയുടെ കുരിശിനകത്ത് കിടക്കേണ്ടവനല്ല, നീ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി മടങ്ങി ഒരു രാജാവായി വരുമ്പോൾ ഈ പാപിയായി എന്നെയും ഓർക്കണമേ. സ്തോത്രം. യേശുവിന്റെ മറുപടി എന്താ? യേശുവിന്റെ മറുപടി എന്താ? ഇത് 54 പ്രവചനങ്ങൾ, മശിഹൈക പ്രവചനങ്ങൾ. വായിക്കാൻ മോനെ അടുത്ത വാക്യം. യേശുവിന്റെ മറുപടി. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. എത്ര ക്ലിയർ, എത്ര ക്ലിയർ. യേശു പറഞ്ഞത്, ഞാൻ പോയി പുതിയ നിയമസഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നിന്നെ കൂട്ടാന്നല്ല, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ആദിമകാലത്ത് സുവിശേഷം ഞാൻ പ്രസംഗിക്കുമ്പോൾ, വെളിപ്പാടിലേക്കൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് പല സ്ഥലത്തും ഞാൻ പ്രസംഗിക്കുമ്പോൾ പല ചേട്ടന്മാരും പല ചേച്ചിമാരും വന്ന് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റർ, ക്രൂശിലെ കള്ളൻ സ്നാനമേറ്റില്ല, അവൻ പറുദീസയിൽ കയറിപ്പോയി. സംശയം, ന്യായം. പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് 2 മറുപടി പറയാറുണ്ട്. ക്രൂശിലെ കള്ളന് താഴെ ഇറങ്ങാൻ ഒരു അവസരം കിട്ടിയിരുന്നേ അവൻ കലക്കവെള്ളത്തിൽ സ്നാനമേറ്റാണ്. സ്വോത്രം. അവനെ ആരും ഇറക്കാനില്ല. 3 കാര്യം അവൻ ഏറ്റു പറഞ്ഞു. 1, ഞാൻ തെറ്റ് ചെയ്തു. 2, ശിക്ഷയ്ക്ക് യോഗ്യൻ. 3, മരണകരമായ തെറ്റാന്റെ കയ്യിൽ നീ രാജാവായി മടങ്ങി വരുമ്പോൾ പാപിയ എന്നെ ഓർക്കണേ. ഇത്രയും ക്രൂശിനകത്ത് കിടന്ന് നമ്മളെ പോലുള്ള ഒരു നിലവിളിക്കൂ ഇല്ല. 1-മത്തത്, അവൻ അനുതപിച്ചു, അവന്റെ തെറ്റേറ്റു പറഞ്ഞു, നീ രാജാവായി മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണം. 2-മത്തെ സംഭവം, ക്രൂശിലെ കള്ളൻ പഴയ നിയമ വിശ്വാസിയ. പഴയ നിയമത്തിൽ സ്നാനമില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ലാണ് സ്നാനം തുടങ്ങുന്നത്. അടുത്ത മെസ്സേജിനകത്ത് നമ്മൾ പറയും. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ സ്നാനമില്ല, മാനസാന്തരപ്പെടുന്നവന് നിത്യതയുണ്ട്. ആ സംശയം അവിടെ തീർത്തരാം. അങ്ങനെയെങ്കിൽ ഈ ക്രൂശിലെ കള്ളൻ നിലവിളിക്കുമെന്ന് ദാവീദ് പാടിയിട്ടുണ്ടോ? ജോസഫ് ബ്രദറെ വാക്യം തന്നിട്ടുള്ള എടുത്താട്ട് സങ്കീർത്തനം 22-ാമത്തെ അധ്യായം 22 അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യവൻ നിലവിളിക്കുമെന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 22 വായിച്ചാട്ടെ, അതിന്റെ 24-ാമത്തെ വാക്യം. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. അരിഷ്ടനാരി കള്ളന്റെ പ്രാർത്ഥന അവൻ നിരസിച്ചില്ലെന്ന്. യേശു ജനിക്കുന്നതിന് മുമ്പ് 980 വർഷം ആട്ടിടയെ കുടിലിൽ കിടന്ന ദാവീദ് മശിഹൈക സങ്കീർത്തനം എഴുതിയപ്പോൾ ഈ കാൽവരിയിലെ കള്ളനെ കണ്ടിട്ടില്ല. ഇതാ പ്രവചനത്തിന്റെ പിൻപിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചതുമില്ല, വെറുത്തതുമില്ല. അടുത്തത്, തന്റെ മുഖം അവൻ മറച്ചതുമില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഈ അന്ത്യകാലത്തിന്റെ ദൂത് പറയുമ്പോഴും കാൽവറിയിലെ കള്ളം ചെയ്ത, സ്വോത്രം, കാൽവറിയിൽ കള്ളം ചെയ്ത ഈ പാപിയായ മനുഷ്യന്റെ മുഖം യേശുവിന്റെ മുഖത്തേക്ക് വന്നപ്പോൾ അവൻ മുഖം മറച്ചില്ല. അടുത്തത്, തന്നെ വായിച്ചാട്ടെ അടുത്ത വാക്യം കൂടെ. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ വിളി കേൾക്കുകയത്രേ ചെയ്തത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗം അവിടെയുണ്ട്. കാൽവറിയിലെ കള്ളൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഒരൊറ്റ കാര്യം ചെയ്തോള്. അരിഷ്ടന്റെ അരിഷ്ടത നീ മറച്ചില്ല. അവന്റെ മുഖം നിനക്ക് വേണ്ടി തിരിച്ചില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ നിനക്ക് ഉത്തരമരുളി. യേശു പറഞ്ഞു, കള്ളനോട് എന്താ പറഞ്ഞേ?
രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. യേശു പറഞ്ഞു 1000 ആണ്ട് വാഴ്ചയിലല്ല, നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ഇന്ന് നമ്മൾ ഒരാളെ സഭയെ ചേർക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട ഡേറ്റ് ചോദിക്കും, മാനസാന്തരപ്പെട്ട ഡേറ്റ് ചോദിക്കും, കൗൺസിൽ പാസ്സാക്കണമെന്ന് പറയും, വെള്ള പേപ്പർ എഴുതി വെക്കണമെന്ന് പറയും. കോവിഡ് കാലത്ത് യേശുവിന്റെ അടുത്ത് ചോദിച്ചിരുന്നെന്ന് പറഞ്ഞാണ് നമ്മുടെ സഭക്കാർ പറഞ്ഞാണ്, കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ നരകത്തിലേക്ക് വിടാന്ന് പറഞ്ഞാണ്. സ്വോത്രം. പക്ഷെ എന്റെ യേശു പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ. തെറ്റേറ്റ് പറഞ്ഞ് അനുദപിച്ച് നീ ഒരു രാജാവായി മടങ്ങി വരുമ്പോൾ അന്ന് ഓർത്താൽ ഇപ്പൊ ഓർക്കണ്ട, എനിക്ക് ശിക്ഷ ഞാൻ താളെ കിടന്നോളാം പാതാളത്തിൽ. പക്ഷെ ബദ്ധന്മാരെ വിടുവിപ്പാൻ സദ്വർത്തമാനം കൊടുക്കുമ്പോൾ കാൽവറിയിലെ ക്രൂശീകരണം കഴിഞ്ഞ് അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് പാതാള സന്ദർശനം നടത്തിയപ്പോൾ ഈ കള്ളനെയും കൂട്ടിയെന്ന് പുറത്തെ ചരിത്രം എഴുതിയിട്ടുണ്ട്. യേശു പറഞ്ഞത് എന്റെ അപ്പന്റെ പേര് ചോദിച്ചില്ല, അമ്മയുടെ പേര് ചോദിച്ചില്ല, വീട്ടിന്റെ അഡ്രസ് ചോദിച്ചില്ല, കറുത്തവനോ വെളുത്തവനോ എന്ന് ചോദിച്ചില്ല, ബാങ്കിലെ ബാലൻസ് ചോദിച്ചില്ല, കോവിഡ് വാക്സിൻ എടുത്തോ എന്ന് ചോദിച്ചില്ല, എത്ര പ്രാവശ്യം കൺവെൻഷന് കരമുയർത്തിയോ എന്ന് ചോദിച്ചില്ല. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവ പൈതൽ പറയണ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വശികൈക സങ്കീർത്തനം ദാവീദ് എഴുതി, അരിഷ്ടന്റെ അരിഷ്ടത നീ മറന്നില്ല, അവന് വേണ്ടി നിന്റെ മുഖം തിരിച്ചില്ല, അവൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ ഉത്തരമരുളിയ മഹാദൈവ. ഇന്ന് പകൽ ലോകത്തിന്റെ മധ്യപകുതിയിൽ ജെറുസലേമിന്റെ പട്ടണത്തിനകത്ത് കാൽവറി മലയുടെ നടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഒരു കള്ളൻ അവന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിച്ചപ്പോൾ അവന് വേണ്ടി ഒരു പർദീസ ഒരുക്കിയെങ്കിൽ നിന്റെ പഴയ പാരമ്പര്യം യേശുവിന് വേണ്ട, നിന്റെ പാപം ചെയ്ത വഴി യേശുവിന് വേണ്ട, നിന്റെ PhD യേശുവിന് വേണ്ട, നിന്റെ തെറ്റിന്റെ വഴി യേശുവിന് വേണ്ട. മശിഹായെ, ഞാൻ ഒരു പാപിയ, കഴിഞ്ഞ കാലത്തെ പാപം ഓർക്കരുത്, എനിക്ക് ലോകം ശിക്ഷ വിധിച്ചാൽ നിത്യതയുടെ കവാടത്തിൽ അങ്ങയുടെ നീണം എന്നെ കഴുകി രക്തത്താൽ എന്നെ പ്രവേശിപ്പിക്കണമെന്ന് ആരെങ്കിലും ഇന്ന് രാത്രിയും പകലും മീഡിയയിൽ കൈ ഉയർത്തി പറയാമെങ്കിൽ, പണ്ട് ദൂരസ്ഥനായിരുന്ന കർത്താവ് ഇന്ന് പകൽ നമുക്ക് സമീപസ്ഥനായി 1000 വിശുദ്ധന്മാരുമായി മേഘാരൂഢനായി എന്റെ യേശു വരാൻ കാലമായി. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 22:6-7 പ്രവചനം ദൈവത്തിങ്കിൽ നിന്ന് വന്നു. ദൈവത്തിന്റെ നിയോഗത്താൽ പ്രവചനം വന്നു, കൽപ്പനയാൽ വന്നു. 2 കാര്യം പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അതിനകത്ത് 2ാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ എങ്ങനെ അടക്കപ്പെട്ടു? തൂക്കപ്പെട്ടത് മരണത്തിൽ, അവൻ ദുഷ്പ്രവർത്തിക്കാരോട്. അടുത്തത് ആരാ? എങ്ങനെ അവൻ അടക്കപ്പെട്ടു? വായിക്കുക യെശയ്യാ പ്രവചനം 53:9 വാക്യം. യെശയ്യാ പ്രവചനം 53:9. അവൻ എങ്ങനെ അടക്കപ്പെട്ടു? യെശയ്യാ പ്രവചനം 53:9 വാക്യം വായിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെ അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചെന്ന്. എത്ര ക്ലിയർ! യേശു ജനിക്കുന്നതിന് മുമ്പ് 700 വർഷം മുമ്പ് ഭക്തനായ യെശയ്യാവ് എഴുതി വെച്ചതാ ഒരു ശവക്കുഴി, അഥവാ കാൽവറിയിലെ ക്രൂശീകരണം കാണിക്കുന്ന 2 ദുഷ്ടന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു. ആ ക്രൂശ് കഴിഞ്ഞ് അവന്റെ അടക്കം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വായിക്കാം ജോസഫുട്ടി. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. തൂക്കപ്പെട്ടത് കാൽവറിയിൽ, അവൻ അടക്കപ്പെട്ടത് സമ്പന്നന്മാരുടെ കല്ലറയിൽ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ദൈവജന പ്രാർത്ഥനയോടെ ഇരിക്കണം. എന്താ? യേശുക്രിസ്തുവിന് കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. പത്രോസും അന്ത്രയോസും ശീമോനും ഒക്കെ പരസ്യ ശിഷ്യന്മാർ. എന്നാൽ രഹസ്യത്തിൽ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒന്ന് അരിമത്യക്കാരനായ യോസഫ് ഒരു മന്ത്രിയായിരുന്നു. ആഭ്യന്തരമന്ത്രിയോ വാണിജ്യ വകുപ്പോ വനം വകുപ്പോ എന്നറിയത്തില്ല, അവനൊരു മന്ത്രിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രി പ്രൈവറ്റ് വിസിറ്റ് നടത്തുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന വേറൊരുത്തനുണ്ടായിരുന്നു, നിക്കോദിമോസ്. അപ്പോൾ ആരാ? അരിമത്യക്കാരനായ യോസഫ് റോമിന്റെ ഗവർണർ അടുത്ത് പറഞ്ഞു, ഇവൻ യഹൂദന, അടക്കം ഞങ്ങൾക്ക് തരണം. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ശവശരീരം അഴിച്ചെടുത്തു. എവിടെ അടക്കിയത്? നിക്കോദിമോസ് യോസഫും ഏറ്റുവാങ്ങി. ആരുടെ കല്ലറയിൽ അടക്കി? വഴിപോക്കന്റെ കല്ലറയിലടല അടക്കിയത്. റോമിന്റെ ഗവർണറുടെ കൂടെ ഇരിക്കുന്ന യഹൂദന്റെ മന്ത്രിയായ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അവൻ അടക്കപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ എത്ര കറക്റ്റ്! പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. ഈ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. യേശു ജനിക്കുന്നതിന് ഏകദേശം 700 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായ യെശയ്യാവ് എഴുതി വെച്ചു, അവന്റെ മരണത്തിന്റെ അടക്ക സമ്പന്നന്മാരുടെ കൂടെ. രഹസ്യ ശിഷ്യന്മാരായ ആടുകൾ
ചിതറി, ഇടയൻ വെട്ടേറ്റു. ആ സമയത്ത് അരിമത്ഥ്യക്കാരനായ യോസഫ്, രാത്രിയിൽ വന്ന പരീശനായ നിക്കോദിമോസ് അവന്റെ ശവശരീരം ഏറ്റുവാങ്ങി എവിടെ കൊണ്ടുപോയി അടക്കി? മന്ത്രിമാരുടെ കല്ലറയിൽ അവൻ അടക്കം ചെയ്തു. ചരിത്രത്തിന്റെ പുറത്ത് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, യേശുവിന്റെ ശരീരത്തിനകത്ത സുഗന്ധലേപനം ഇന്നത്തെ ഇന്ത്യൻ കണക്കനുസരിച്ചാൽ 1,67,000 രൂപയുടെ സുഗന്ധമാ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ തൈലലേപനം നടത്തിയത്. അതാ പറയാ, തൂക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ നടുവിലെങ്കിലും അവൻ അടക്കപ്പെട്ടത് സമ്പന്നന്മാരുടെ കല്ലറയിൽ. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രവചനത്തിന്റെ നിവർത്തി എത്ര ക്ലിയർ! 54 പ്രവചനങ്ങൾ മശിഹായെ പറ്റി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല, കന്യക ഗർഭം ധരിച്ച ഇമ്മാനുവേൽ, മറിയെ കൃപ വിളിച്ചവളെ നീ ഭാഗ്യവതി. തീർന്നില്ല, ഇമ്മാനുവേൽ, പരിശുദ്ധാത്മാവ് കൂടെയിരിക്കുന്ന വലിയവനാകും അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. അവൻ ഗദസമനയിൽ പിടിക്കപ്പെടുമെന്ന്, അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറുമെന്ന്, അസ്ഥികൾ വിണ്ടുരുകുമെന്ന് ദാവീദ് മശിഹൈക സങ്കീർത്തനത്തിൽ പാടി. അരിഷ്ടതയോടെ നിലവിളിച്ച കള്ളന്റെ നിലവിളി എന്റെ യേശു കേട്ടെങ്കിൽ, അവൻ മുഖം മറയ്ക്കാതെ നിലവിളിച്ചവനെ അടുക്കൽ ചേർത്തെങ്കിൽ, ഈ പകലിൽ നമ്മുടെ വാനമേഘത്തിൽ ചേർക്കുവാൻ എന്റെ യേശുനാഥൻ വരാറായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇനിയുള്ള 2 കാര്യം മനസ്സിലാക്കണം. അതിനുവേണ്ടിയ സജു ചാത്തന്നൂർ ഇതുവഴി ഇങ്ങനെ വളഞ്ഞു വന്നത്. യേശു ക്രിസ്തു കാൽവറിയിൽ അവന്റെ പ്രാണനെ വിട്ടു. ഏലി ഏലി ലമ്മ ശബത്താന്, വിശുദ്ധന്മാരുടെ ശരീരമെല്ലാം ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യഹൂദൻ ഒരു സംശയം, എന്താ ഇവൻ മരിച്ചിട്ടുണ്ടോ എന്നറിയാൻ. അപ്പോൾ ഒരു പടയാളിയുടെ കയ്യിലേക്ക് പുറകിൽ നിന്ന് സൈന്യാധിപൻ ഒരു കാര്യം ചെയ്തു, ഒരു കുന്തം എറിഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടി? അവന്റെ വിലാപ്പുറത്ത് കുത്തുവാൻ. ബൈബിളിനകത്തുണ്ടോ അവന്റെ വിലാപ്പുറത്ത് അവർ കുന്തം കൊണ്ട് കുത്തുക? വായിക്കാൻ 2 വാക്യങ്ങൾ കൂടി വായിച്ചിട്ട് ഈ പകൽ അവസാനിപ്പിക്കാൻ എടുത്തത്. പിന്നത്തെ യെശയ്യാ പ്രവചനം, ഇത് ലൂക്കോസിന്റെ യോഹന്നാൻ സുവിശേഷം 19:34 വായിച്ചാട്ടെ. അവന്റെ ശരീരത്തിലേക്ക് കുന്തമെറിഞ്ഞോ? വായിക്കാം, യോഹന്നാൻ 19:34. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ആ ചരിത്രം മനസ്സിലാക്കണം. യേശു മരിച്ചു, പ്രാണനെ വിട്ട് ഏലി ഏലി ലംബ ശബത്താന് പിതാവിന്റെ കരങ്ങളിലേക്ക് യേശു സമർപ്പിച്ചു. നിവർത്തിയായി. സ്വോത്രം. എന്നിട്ട് യഹൂദന് സംശയം, പുറത്ത് നിന്നൊരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്ത് എറിഞ്ഞ് ആർക്കാ? പടയാളിയുടെ കൊടുത്ത് കുത്താൻ പറഞ്ഞ അവന്റെ വിലാപ്പുറത്ത്. ഇതൊരു വലിയ പൊരുളാ. യഹൂദൻ കുത്തിയവെങ്കിലേക്ക് നോക്കാൻ പോവാ. അടുത്ത വാക്യം വായിച്ചാട്ട് മോനെ. 19. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഏലി ഏലി ലമ്മ ശബത്താനി. അവന്റെ ശരീരത്തിലെ രക്തമെല്ലാം പോയി. രക്തം കഴിഞ്ഞ ബ്ലോഡി കിട്ടുന്ന വാട്ടർ അതും പോയി. അപ്പൊ ഒരു സൈന്യാധിപൻ ഒരു കുന്തം, യഹൂദ പരീക്ഷകൾ, സൈന്യാധിപൻ ഒരു കുന്തമെടുത്ത് ആരുടെ പള്ളക്കോട്ട് കുത്തി? യേശുവിന്റെ വിലാപ്പുറത്ത് ഒരു പടയാളിയെ കൊണ്ട് കുത്തിയപ്പോൾ മരണം സ്ഥിരീകരിക്കാൻ നോക്കിയപ്പോൾ അവൻ എപ്പോഴേ പ്രാണനെ വിട്ടു. അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞതുമില്ല. ചങ്കിനകത്തുനിന്ന് വെള്ളവും രക്തവും ഒഴുകി. ആ വിലാപ്പുറം ഒടുക്കത്തെ നാളിൽ യഹൂദൻ നോക്കും. അതിനായി 54 പ്രവചനം കറക്കി ഞാൻ കൊണ്ടുവന്ന് അവരെവിടത്തേക്ക് നോക്കും? അതേ വിലാപ്പുറത്ത് നോക്കും. അവസാനിപ്പിക്കാം. സക്കറിയ പ്രവചനം 12:10. ജോസഫ് കുട്ടി സക്കറിയ പ്രവചനം 12:10. ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിന് പകരും. ഇസ്രായേലിന് ഭാരമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും. സകല ജാതികൾ അതിനെതിരെ കൂടി വരും. അമേരിക്ക അവനെ വിട്ടുപോകും. ആര് സഹായിക്കാനില്ലാതെ വരുമ്പോൾ ഇതാ കാൽവറിയിലെ ക്രൂശീകരണവും യേശു ക്രിസ്തുവിന്റെ ഒലിവുമലയിലെ പ്രത്യക്ഷതയും. വായിക്കാം മോനെ. അവന്റെ അടുത്ത വാക്യം സക്കറിയ 12:10 വായിച്ചാട്ടെ. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഇതാ കോൺട്രവേഴ്സി. കർത്താവിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്ക്. എത്ര ക്ലിയർ ബൈബിൾ. യോഹന്നാൻ 19:34. ഒരു സൈന്യാധിപൻ പടയാളിയുടെ കയ്യിലേക്ക് ഒരു കുന്തമെറിഞ്ഞു കൊടുത്തപ്പോൾ, എന്റെ നാഥന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ പച്ചവെള്ളവും രക്തവും ഒഴുകിയെങ്കിൽ അതേ ഹല്ലേലൂയ നാഥന്റെ വിലാപ്പുറം നോക്കി യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം വരെ. ആമോസ് 4:12. ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ
എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കുത്തിയവങ്കലേക്ക് നോക്കി വന്ന് അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ട് ഒലിവുമല രണ്ടായി പിളര്. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിങ്കൽ 7 വർഷത്തിനകത്ത് യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി ജിഹാദ് എന്ന് പറയുന്ന വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി താഴ്വരയാകിയ ബെൻഹിനോനിനകത്ത് അല്ലെങ്കിൽ ഹർമഗദോനിനകത്ത് ഇസ്രായേൽ ജനത്തിന് നേരെ ലോകരാഷ്ട്രങ്ങൾ അഫ്ഗാനും താലിബാന് സകല സൈന്യങ്ങളും ഇളകി വരുമ്പോൾ 57 ഇസ്ലാമിക രാജ്യങ്ങൾ റഷ്യയും ചൈനയും വരുമ്പോൾ അവന്റെ പടക്കൂട്ടം ഇസ്രായേലിനെ നോക്കുമ്പോൾ ഇസ്രായേൽ തകരാൻ തുടങ്ങുമ്പോൾ അവർ കൊത്തിയവങ്കലേക്ക് നോക്ക്. ആ കൊത്തിയവങ്കലേക്ക് നോക്കുമ്പോൾ അന്നാളിൽ അവന്റെ കാൽ സക്കരിയാവ് 14:1-2-3 ഒലിവുമലയിൽ ചവിട്ട് ഒലിവുമല രണ്ടായി പിളരുമെങ്കിൽ കൊത്തിയവങ്കലേക്ക് യഹൂദൻ നോക്കുന്ന ഒരു കാലത്തിലേക്ക് വരുമ്പോൾ ഈ കോവിഡിന്റെ എൻഡിൽ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിനെതിരെ സഖ്യകക്ഷികൾ മാറുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിഴക്കന്റെ സൈന്യം ഹർമഗദോൻ വഴി കടക്കുമ്പോൾ യൂഫ്രട്ടീസ് വഴിയൊരുക്കുമ്പോൾ യഹൂദന്റെ നിലവിളി ഉയരാൻ കാലമായി. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ മാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്ക്. അതിനെ തൊടുന്നവർ സകലരും കഠിനമായി മുറിവേൽക്കപ്പെടുമെങ്കിൽ യഹൂദന് നേരെ ഒരു ആക്രമണം ശക്തമായി സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന 3rd വേൾഡ് വാർ കഴിഞ്ഞാൽ ഹർമഗദോൻ യുദ്ധത്തിനകത്ത് രക്ഷയ്ക്ക് വേണ്ടി അവർ കുത്തിയവങ്കലേക്ക് നോക്കും. ഇതാ പ്രവചനത്തിന്റെ നിവർത്തി. യേശു ഒലിവുമലയിലേക്ക് മടങ്ങി വരും. സക്കറിയാവ് എഴുതിയിട്ടുണ്ട്, യഹൂദ ജനത്തിനോട് അവൻ വാസം ചെയ്യും. മറിയയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, അപ്പനായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇന്ന് വരെ ദാവീദിന്റെ സിംഹാസനം എന്റെ യേശുവിന് ലഭിച്ചില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, രാജാക്കന്മാരുടെ രാജാവായി അവൻ മെരുങ്ങി വരുമ്പോൾ ദാനിയേൽ പ്രവാചനം എഴുതിയ യഹൂദ രാജാവായ യഹോവയാക്കീമിന്റെ കാലത്ത് ബാബേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയ യഹൂദന്റെ സാമ്രാജ്യം ഇനി ഒരു രാജാവ് നീതിയോടെ വാഴുന്നെങ്കിൽ ഒലിവുമലയുടെ നെറുകയിൽ യഹൂദന്റെ നിലവിളിക്ക് വേണ്ടി എന്റെ നാഥൻ വെളിപ്പെടുമ്പോൾ സാക്ഷാൽ തന്റെ ജനത്തെ കൂട്ടി 1000 ആണ്ട് ഭരണത്തിലേക്ക് അവൻ വരാൻ പോകുന്നു. പ്രവചനങ്ങൾ നിവർത്തിയായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവനും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. കുത്തിത്തുളച്ച യഹൂദനും കാണും. ഗോത്രങ്ങളും ഭാഷകളും നിലവിളിക്കും. അതിനു മുമ്പ് മണിനാഥം മധ്യാകാശത്തിൽ മുഴങ്ങും. കാൽവറിയിലെ തിരുതടത്താൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി. പ്രവചനങ്ങൾ നിവർത്തിയായി. യേശു തിരുസഭയെ ചേർക്കാൻ വരാറായി. 54 പ്രവചനങ്ങൾ മശിഹായെ പറ്റി നിറവേറിയെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 4 കാര്യങ്ങളൂടെ നിറവേറുമ്പോൾ എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. കാൽവറിയിലെ കള്ളനെ പോലെ ഇന്ന് പകൽ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. യേശുവേ, ഞാനൊരു പാപിയാ. യേശുവേ, ന്യായമായ ശിക്ഷ അനുഭവിക്കേണ്ടതാ. ഇപ്പോൾ ഞാൻ ശിക്ഷ അനുഭവിച്ചാലും ഒടുവിലെ തന്നെ ആയ വിധിയിൽ എന്നെ അങ്ങയുടെ പറുദീസയിൽ ഒന്ന് ചേർക്കണമേ. ആർക്കിന്ന് രാത്രി കൈ ഉയർത്താൻ പറ്റും? എനിവെയർ സ്റ്റേയിങ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ആൾസോ ഗൾഫ് സ്റ്റേറ്റ്സ്, മേ ബി നോർത്ത് ഇന്ത്യ, ഇൻ കേരള or UK, USA, anywhere, brother, sister, this is the time. The Holy Spirit is come to your room. Otherwise the Holy Spirit is come to your vehicle. ഇന്ന് പകൽ നിന്റെ റൂമിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കാൽവറിയിലെ കള്ളനെ പോലെ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ കരമുയർത്തി കർത്താവിനോടൊന്ന് പറയണം, ഞാൻ പാപിയാ കർത്താവേ, നിന്റെ മുഖം എനിക്ക് മറക്കരുത്. ഒരു കള്ളന് വേണ്ടി ആ മുഖം കാണിച്ച് അവനെ പറുദീസയിലിരുത്തിയ കർത്താവ് എന്നെ ഒന്ന് പറുദീസയിലിരിക്കണം. കണ്ണുകൾ അടയട്ടെ. സ്വർഗ്ഗസ്ഥനായ പ്രിയ പിതാവേ, 54 പ്രവചനങ്ങൾ ഞങ്ങളുടെ മുൻപിൽ മശിഹായെ പറ്റി നിറവേറിയെങ്കിൽ കാൽവറിയുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അവന്റെ ശരീരം തകർക്കപ്പെട്ടു. അവന്റെ താടിരോമങ്ങൾ പരിച്ചെറിഞ്ഞു. ഒരു കുഞ്ഞാടിനെ രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെത്താൻ കാട്ടിക്കൊടുത്തു. അവന്റെ കൈയുടെ പത്തികളിനകത്ത് കാരിരുമ്പാണികൾ അടിച്ചിറക്കി. അവന്റെ കൈകാലുകളിൽ ഇരുമ്പാണികൾ അടിച്ചിറക്കി. പെരിട്ടോണിയസിന്റെ ചാട്ടവാറെല്ലാം അവന്റെ ശരീരത്തിനകത്ത് ഈയക്കട്ട പോലെയും വാളച്ചൂണ്ട പോലെയും കർത്താവെ ഒഴുകിയിറങ്ങി രക്തം വെള്ളമായി മാറി. ഒടുവിലത്തിൽ സൈന്യാധിപന്റെ കുന്തം അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് ചോരയും വെള്ളവും രക്തമൊഴുകുക. ആ ചങ്കിലേക്ക് യഹൂദൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് ലോകം വരുമ്പോൾ, അന്ത്യകാലത്തിന്റെ സംഭവങ്ങൾ ഞങ്ങളുടെ മുൻപിൽ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളും ഇന്ന് പകൽ ആ മുഖത്തേക്ക് നോക്കുന്നത്. കൈവിടരുതേ,
ഉപേക്ഷിക്കരുതേ. എല്ലാ കുഞ്ഞുങ്ങളും ചേർന്ന് എന്റെ യേശുവേ, നീ രാജാവായി മധ്യാകാശത്തിൽ വരുമ്പോൾ പാപിയായ എന്നെയും ഓർക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കറയുവാൻ അവന്റെ രക്തസകല പാപവും ശുദ്ധീകരിക്കുന്ന ആ പാപത്തിന്റെ കഴുകൽ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. ലോകരാജ്യങ്ങളിൽ ബ്രോഡ്കാസ്റ്റിംഗിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾ എന്റെ ദൈവത്താൽ മാനിക്കപ്പെടണം. യേശുവിന്റെ വരവിന് മുൻപ് 84 പ്രവചനങ്ങൾ, മശികൈക സങ്കീർത്തനങ്ങൾ, യെശയ്യാവും ഇരമ്യാവും കണ്ടുകൊണ്ട് ദാനിയേലും മീക്കായും സക്കരിയാവും കണ്ട കുഞ്ഞുങ്ങൾ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് നിത്യജീവന്റെ വീട്ടിലേക്ക് പ്രതിഫലത്തിന് വേണ്ടി കടക്കുന്ന ദിനങ്ങളായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കൂട്ടായ്മയുടെ ദൈവം കരുണ കാണിക്കുക. ആയിരങ്ങൾക്ക് പ്രയോജനമുള്ളതായി കാൽവരിയുടെ സന്ദേശം പല ജീവിതങ്ങളെ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ മുഖാന്തരമാകണം. തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കും. സമാധാനത്തിന്റെ ദൈവം ഈ കേട്ട മക്കളെല്ലാം അനുഗ്രഹിക്കുക. ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ കൂട്ടായ്മകളും ഞങ്ങളുടെ മിഷനുകളും എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. അടുത്ത ഭാഗം യേശു ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ 4ാമത്തെ സംഭവം നാളെ നാഴിക. അത് കഴിഞ്ഞിട്ട് രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് നിത്യതയിൽ വാസമൊരുക്കും. 4 ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ എന്റെ യേശുവും മടങ്ങി വരും. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളെയും ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം കാക്കുമാറാകട്ടെ. താങ്ക് യു.